നമ്മുടെ ഒട്ടുമിക്ക ആളുടെ വീട്ടിലുണ്ടാവും എയർ ഫ്രയർ. പക്ഷെ നമ്മളത് തീരെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. എയർ ഫ്രയറിൽ നമുക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യാം. നമുക്ക് പഴം വരെ പുഴുങ്ങിയെടുക്കാം. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് പഴം വെന്ത് കിട്ടും. അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ എയർ ഫ്രയറിലേക്ക് പഴം വെച്ച് കൊടുത്തിട്ട് ഒരു 7 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, 180 ഡിഗ്രിയിൽ. എന്നിട്ട് ഞാനൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ അതാ അത്യാവശ്യമൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള പഴം കുറച്ച് പഴുപ്പ് കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ്, പഴുത്ത പഴമാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ദാ 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കി 3 മിനിറ്റും കൂടി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ സാധാരണയായിട്ട് പിന്നെ കുക്കറിലൊക്കെ ഇട്ടിട്ട് വിസിലടുപ്പിച്ച് പഴം പുഴുകുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. അതിനെക്കാട്ടുമൊക്കെ നല്ല ടേസ്റ്റിൽ തന്നെ, അതായത് വെള്ളമൊന്നും ആവാതെ, അതിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം ആയ പോലെ ഇരിക്കും പഴത്തിലാകെ. ഇതങ്ങനെ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാനും എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഉണ്ടാക്കാനും ഒക്കെ ഇതിൽ നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എയർ ഫ്രയറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. 1-2 വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഒന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ നമുക്ക് ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ പഴം പുഴുങ്ങി കൊടുക്കാനൊക്കെ നല്ല സുഖമാണ്. ഇതുപോലെ ഒന്ന് വേവിച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. പുതിയ വീഡിയോ ആയി കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.